ഇന്ത്യൻ ഫാഷൻ ലോകത്തെ പുതിയൊരു പ്രതിഭാസമാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ. മോഡേൺ മാർക്കറ്റിംഗിന്റെ എല്ലാ നിയമങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡിന് എങ്ങനെ അഭൂതപൂർവമായ വളർച്ച നേടാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സ്റ്റുഡിയോ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്റ്റുഡിയോയുടെ മാതൃകമ്പനിയായ റെഡ് ലിമിറ്റഡിന്റെ ഓഹരി വില 1200% വർദ്ധിച്ചു എന്ന ഒറ്റ കണക്ക് മതി ഈ വിജയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ. ഇന്നൊരു സൂചി കുത്തുന്നതിന് പോലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തമായി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് പോലും ഇല്ലാത്ത ഒരു ഫാഷൻ ബ്രാൻഡ് എങ്ങനെ ഇത്രയും ഭ്രാന്തമായ വളർച്ച നേടി? മറ്റെല്ലാ കമ്പനികളും കൂടുതൽ ആളുകളിലേക്ക് എത്താനായി ഓൺലൈൻ വിൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ സ്റ്റുഡിയോ ഇതിന് നേർ വിപരീതമായി സഞ്ചരിച്ചു. ഈ വിജയരഹസ്യത്തിന്റെ താക്കോൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ ബിസിനസ് തന്ത്രങ്ങളിലും കൃത്യമായി ലക്ഷ്യമിട്ട ഉപഭോക്തൃ വിഭാഗത്തിലുമാണ്. സ്റ്റുഡിയോയുടെ വിജയകഥ തുടങ്ങുന്നത് 2016-ലാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമായ റെൻ ലിമിറ്റഡ് ആണ് സ്റ്റുഡിയോയ്ക്ക് പിന്നിൽ. വെറുതെ മറ്റൊരു ഫാഷൻ ബ്രാൻഡ് തുടങ്ങുക എന്നതായിരുന്നില്ല ടാറ്റയുടെ ലക്ഷ്യം. അവർക്ക് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപഭോക്താക്കളുടെ, അതായത് ജെൻസി തലമുറയുടെ ഫാഷൻ മോഹങ്ങളെ പൂർത്തീകരിക്കുക. എന്തുകൊണ്ടാണ് ജെൻസിയെ മാത്രം ലക്ഷ്യമിട്ടത്? ഇന്നത്തെ കാലത്തെ ഏറ്റവും സാങ്കേതികമായി അറിവുള്ള തലമുറയാണ് ജെൻസി. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനത്തിൽ വളർന്നവരാണിവർ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമായി ഇവർ ചെലവഴിക്കുന്ന സമയം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാം. ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കളിൽ 45%-ലധികവും യൂട്യൂബ് ഉപയോക്താക്കളിൽ 20%-ലധികവും ജെൻസിയാണ്. ഫാഷൻ ട്രെൻഡുകൾ കണ്ടെത്താൻ ഇന്ന് പത്രങ്ങളോ മാസികകളോ ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും ലോകത്തിലെ ഏറ്റവും പുതിയ ഫാഷൻ എന്താണെന്ന് ഈ തലമുറ നിമിഷ നേരം കൊണ്ടറിയുന്നു. അവർക്ക് ആ ട്രെൻഡുകൾ പിന്തുടരാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ഇവിടെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കടന്നുവരുന്നത്: വിലക്കുറവ്. 18 മുതൽ 24 വയസ്സ് വരെയുള്ള ഈ യുവതലമുറയിലെ ഭൂരിഭാഗം പേരും ഒന്നുകിൽ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ജോലിയുടെ ആരംഭ വർഷങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ പലരുടെയും മാസ വരുമാനം 10,000 രൂപയിൽ താഴെയാണ്. ഈ സാഹചര്യത്തിൽ അവർക്ക് ട്രെൻഡി വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ആഗ്രഹം ഒരു പരിധിവരെ താങ്ങാനാവാത്ത ഒന്നായി മാറുന്നു. അതുകൊണ്ട് ജെൻസിയെ സംബന്ധിച്ച് വിലക്കുറവ് എന്നത് ഒരു ഇഷ്ടം മാത്രമല്ല, അതൊരു നെസസിറ്റി കൂടിയാണ്. വിപണിയിൽ നിലവിലുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് ഉയർന്ന വില നൽകാൻ ഇവർക്ക് സാധിക്കില്ല. അതേസമയം റോഡരികിലെ കടകളിൽ നിന്ന് വാങ്ങിയാൽ ഗുണനിലവാരം കുറവായിരിക്കും. ഈ വലിയ വിടവ് സ്റ്റുഡിയോ തിരിച്ചറിഞ്ഞു. ട്രെൻഡിയും അതേസമയം താങ്ങാനാവുന്ന വിലയുമുള്ള ഫാഷൻ ഉൽപ്പന്നങ്ങൾ അവർ ഈ വിഭാഗത്തിലേക്ക് എത്തിച്ചു. ഈ താങ്ങാനാവുന്ന വില എന്ന ഘടകം ഇന്ന് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ സവിശേഷതയായി മാറിക്കഴിഞ്ഞു. ഇത്രയും സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹത്തിനായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അവർക്കായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു ബിസിനസ് യുക്തിയുണ്ട്. ഓൺലൈൻ ഫാഷൻ വിൽപ്പനയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് റിട്ടേൺസ്. ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് രംഗത്ത് ഏകദേശം 40% വസ്ത്രങ്ങളും ഉപഭോക്താക്കൾ തിരിച്ചയക്കാറുണ്ട്. ഈ റിട്ടേൺ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ബഹുജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ബ്രാൻഡിന് ഇത്രയും ഉയർന്ന റിട്ടേൺ നിരക്ക് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഓൺലൈൻ വിൽപ്പന പൂർണ്ണമായും ഒഴിവാക്കിയതിലൂടെ സ്റ്റുഡിയോ ഈ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ത്യയിലെ ജെൻസിയുടെ 80%-വും താമസിക്കുന്നത് മെട്രോ ഇതര ടയർ 2, ടയർ 3 നഗരങ്ങളിലാണ്. ഈ ചെറു നഗരങ്ങളിലെ ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങൾ നേരിട്ട് കണ്ട്, തൊട്ടു നോക്കി, ധരിച്ചു നോക്കി വാങ്ങുന്നതിലാണ് കൂടുതൽ താല്പര്യം. അവർക്ക് പഴയ രീതിയിലുള്ള ടച്ച് ആൻഡ് ഫീൽ അനുഭവം തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് വെബ്സൈറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കൂടുതൽ ഫിസിക്കൽ സ്റ്റോറുകൾ തുറന്ന് ആളുകളുടെ അടുത്തേക്ക് നേരിട്ടെത്തുക എന്ന ഓൾഡ് സ്കൂൾ സമീപനം സ്റ്റുഡിയോ സ്വീകരിച്ചു. ഇന്ന് സ്റ്റുഡിയോയുടെ 85% സ്റ്റോറുകളും സ്ഥിതി ചെയ്യുന്നത് മെട്രോ ഇതര നഗരങ്ങളിലാണ്. സ്റ്റോറുകൾ എവിടെ തുടങ്ങണം എന്ന കാര്യത്തിലും സ്റ്റുഡിയോ വലിയ ബുദ്ധിയാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന പോഷ് പ്രദേശങ്ങൾ സ്റ്റുഡിയോ ഒഴിവാക്കിയത്? ഇതിനുത്തരം ലളിതമാണ്. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വില കുറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യമുണ്ടാകില്ല. അവർ ലക്ഷറി ബ്രാൻഡുകൾ തേടി പോകുന്നവരാണ്. സ്റ്റുഡിയോയുടെ ലക്ഷ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഫാഷൻ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ പണക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളിൽ കടകൾ തുറക്കുന്നത് കമ്പനിക്ക് പ്രയോജനകരമാകില്ല. ഏത് തരം ഉപഭോക്താവിനെയാണ് തങ്ങൾ സേവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സ്റ്റുഡിയോയ്ക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. തെറ്റായ ഉപഭോക്താക്കളെ ആശ്രയിക്കാനായി സമയം, പണം, ഊർജം എന്നിവ പാഴാക്കാതെ അവർ തങ്ങളുടെ പ്രധാന ഉപഭോക്താക്കളായ ജെൻസി തിങ്ങിപ്പാർക്കുന്ന കോളേജുകളും ജനവാസ കേന്ദ്രങ്ങളുമുള്ള സ്ഥലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് വിപണന ലോകത്തെ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ്. സ്റ്റുഡിയോയുടെ വിലക്കുറവിന് പിന്നിലെ മറ്റൊരു പ്രധാന രഹസ്യം അവർ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിൽക്കുന്നത് എന്നതാണ്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് അല്ലെങ്കിൽ റിലയൻസ് ട്രെൻഡ്സ് പോലുള്ള മറ്റ് ഫാഷൻ റീറ്റെയിലറുകൾ പലപ്പോഴും ലിവൈസ്, പെപ്പെ തുടങ്ങിയ മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും ഒരുമിച്ച് വിൽക്കാറുണ്ട്. ഇതിൽ ഇടനിലക്കാർ ഉണ്ടാകാം. എന്നാൽ സ്റ്റുഡിയോ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും അവർ തന്നെയായിരിക്കും. ഇടനിലക്കാരെ ഒഴിവാക്കുന്നതിലൂടെ ഉൽപാദന ചെലവ് കുറയ്ക്കാനും അതുവഴി ലാഭത്തിന്റെ ഒരു ഭാഗം കുറഞ്ഞ വിലയായി ഉപഭോക്താക്കൾ
ഉപഭോക്താക്കൾക്ക് തിരികെ നൽകാനും സ്റ്റുഡിയോയ്ക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് ടീഷർട്ടുകൾ 200 രൂപ മുതൽ, ഷൂസുകൾ 500 രൂപയിൽ താഴെ, ജീൻസുകൾ 700-800 രൂപയിൽ. ഈ കുറഞ്ഞ വില നിലവാരം സ്റ്റുഡിയോയെ ഉപഭോക്താക്കൾക്ക് വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടതാക്കി. കൂടാതെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നതിലൂടെ അവർക്ക് കൂടുതൽ ശക്തവും വ്യതിരിക്തവുമായ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു. ജെൻസി തലമുറ ബ്രാൻഡ് ലോയൽറ്റിക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഈ നീക്കം സ്റ്റുഡിയോയ്ക്ക് വലിയ മുതൽക്കൂട്ടായി. ചുരുക്കത്തിൽ ഡിസൈൻ മുതൽ വിൽപ്പന വരെയുള്ള മൂല്യ ശൃംഖല പൂർണ്ണമായും നിയന്ത്രിക്കുകയും അതിലൂടെ മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമാം വിധം കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുകയാണ് സ്റ്റുഡിയോയുടെ അടിസ്ഥാന തന്ത്രം. ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ വിഭാഗമായ ട്രെൻഡ് സ്റ്റുഡിയോയെയും വെസ്റ്റ്സൈഡിനെയും ഒരുമിച്ച് ഉപയോഗിച്ച് വിപണിയിലെ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും പിടിച്ചെടുക്കുന്ന ഒരു തന്ത്രമാണ് നടപ്പിലാക്കുന്നത്. സ്റ്റുഡിയോ ചെറുപ്പക്കാരെയും കുറഞ്ഞ ബജറ്റിൽ വസ്ത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ലക്ഷ്യമിടുന്നു. വെസ്റ്റ്സൈഡ് കൂടുതൽ പ്രീമിയം ഫാഷൻ ഇഷ്ടപ്പെടുന്ന മധ്യവർഗക്കാരെയും ഉയർന്ന വരുമാനക്കാരെയും ലക്ഷ്യമിടുന്നു. ഇന്ത്യയിലെ ടയർ 2 നഗരങ്ങളിൽ വെസ്റ്റ്സൈഡിന് 121ഓളം സ്റ്റോറുകളുണ്ട്. ഈ നഗരങ്ങളിലെ ജനങ്ങൾക്ക് വലിയ മോഹങ്ങളുണ്ട്, എന്നാൽ മത്സരം കുറവാണ്. ടാറ്റ ഗ്രൂപ്പിന് ഈ വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശിക്കാനും സേവനം നൽകാനും സാധിച്ചു. ഈ രണ്ട് ബ്രാൻഡുകളിലൂടെ താങ്ങാനാവുന്ന ഫാഷൻ ആഗ്രഹിക്കുന്നവർക്കും അല്പം പ്രീമിയം നിലവാരം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ടാറ്റ വിപണിയിൽ സ്ഥാനമുറപ്പിച്ചു. ഫാഷൻ എന്നത് പണക്കാർക്ക് മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു ആഡംബരമല്ല, മറിച്ച് എല്ലാവർക്കും ലഭ്യമാക്കേണ്ട ഒന്നാണ് എന്ന് ടാറ്റയുടെ ട്രെൻഡ് തെളിയിച്ചു. അവർ ഇന്ത്യയിലെ എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ഫാഷൻ ആസ്വദിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഓൺലൈൻ ലോകത്തിന്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പരസ്യങ്ങൾക്കായി അധികം പണം ചെലവഴിക്കാതെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഇല്ലാതെ വിജയം നേടിയ സ്റ്റുഡിയോയുടെ കഥ എല്ലാ ബിസിനസ് വിദ്യാർത്ഥികൾക്കും ഒരു പാഠപുസ്തകമാണ്. കൃത്യമായ ഉപഭോക്താവിനെ കണ്ടെത്തുക, അവരുടെ ആവശ്യകതകളെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് മികച്ച ഉൽപ്പന്നങ്ങൾ താങ്ങാനാവുന്ന വിലയിൽ നൽകുക. ഈ ലളിതമായ തത്വങ്ങളാണ് സ്റ്റുഡിയോയെ ഇന്ത്യൻ ഫാഷൻ റീറ്റെയിൽ ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മാറ്റിയത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.